ഭാരതിയായ പിതാവിന്റെ രക്ഷയും സമാധാനവും നമ്മൾ എല്ലാവരെയും വർഷിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ യോഗത്തിന് രക്ഷിക്കുന്ന ഫാദർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ ചില ബഹുമാനായ പിതാവ് എറണാകുളം സജീവൻ ഫ്രാൻസിസ് അനിക്കൽ, ശ്രീ പി പി സനകൻ, ശ്രീ രാമകൃഷ്ണൻ, ശ്രീ ജിജോ ജോസഫ്, എൻ്റെ സ്നേഹനിധികളായ ഈ പഴയനാട് ഇടവകയിലെ സഹോദരി സഹോദരന്മാർ, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷം. കാരണം ഞാൻ പഴയനാട് മദീന മസ്ജിദിൽ എത്തിയിട്ട് ഏതാണ്ട് 18 കൊല്ലം കഴിഞ്ഞു. 18 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഇടവകയുടെ സംഗമത്തിൽ കയറി നിന്ന് പുതിയ സമയത്ത് നിങ്ങളെ സംബോധന ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായി രണ്ടാമത് എന്നെ ക്ഷണിച്ച ഫാദർ കൈപ്പമ്പാട് അവരുടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ആദ്യമായി ഞാൻ എൻ്റെ ആശംസ ഉപയോഗമായി തന്നെ അറിയിക്കുകയാണ്. ഇവിടെ നടക്കേണ്ട പ്രഭാഷണങ്ങളിൽ അതിൻ്റെ കാതലുമായിട്ടുള്ള കാര്യം പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആഴവും പരപ്പുമുള്ള പരിമിതമായ വലകളിൽ അദ്ദേഹം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. നമ്മളെ സ്വീകരിക്കാൻ സന്നദ്ധമാണോ അല്ലേ എന്നതാണ് ഇനി അടുത്തത്. അത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. മറ്റൊരു സംഗതി, ഏറെ എനിക്ക് സന്തോഷം നൽകിയ മറ്റൊരു സംഗതി, എൻ്റെ മകളുടെ കല്യാണമായിരുന്നു, വിവാഹമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ആ വിവാഹത്തിൽ ഞാൻ എൻ്റെ ഫാദറെ അങ്ങോട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം വേദിയിൽ എന്നോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തു. എൻ്റെ മകളുടെ വിവാഹത്തിന് പൊതുവിൽ ഒരു മുസ്ലിം വിവാഹങ്ങൾക്ക് അത്തരത്തിലൊരു വേദി ഒരു അച്ഛൻ വന്നിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ഒരു വിവാഹ വേദിയിൽ ഒരു അച്ഛൻ വന്നിരിക്കുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശംസ പ്രസംഗത്തിൽ വിവാഹ വേദി മക്കായും എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഒരടുത്ത വിവാഹം കാണുക, കേൾക്കുക എന്ന് പറയുന്നത്. ആ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് പറയാനുള്ളത്, ഗൗരവമായി പറയാനുള്ളത്, എനിക്ക് എന്നോടതുപോലെ പറയാനുള്ളത്, നമ്മൾ മതവിശ്വാസികളാവുക, നമ്മൾ സാമുദായികവാദികളാകാതിരിക്കുക. ഒരാൾ മതവിശ്വാസിയായി എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാറില്ല. എത്ര കൂടുതൽ മതവിശ്വാസിയാകുമ്പോൾ അത്രയും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുകയും. അതേസമയം ഒരാൾ സാമുദായികവാദിയായി കഴിഞ്ഞാൽ അയാൾ വർഗീയവാദിയാകും. അപ്പൊ നമ്മൾ സാമുദായികവാദിയാകാൻ നോക്കുക, നമ്മൾ മതവാദിയാവുക. കാരണം മതങ്ങൾ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇവയ്ക്ക് ഇടവകയിൽ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. മതവിശ്വാസങ്ങളുടെ നിരക്ക് ഹിന്ദു മതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഒക്കെ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഒന്നാമത്തേത് തീവ്രമായ സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മതനിഷേധ പ്രവണതകൾ നമ്മുടെ ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. ദൈവനിഷേധവും മതനിഷേധ പ്രവണതകൾ. മൂന്നാമത്തേത് ലിബറൽ ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തെ ശക്തമായ സ്വാധീനം നേടുകയാണ്. അഥവാ കുടുംബ സങ്കല്പങ്ങൾ തന്നെ അരാജകമാണ്. ചാനലുകളിൽ നമ്മൾ കാണാറുണ്ട്, കുടുംബം എന്ന് പറയുന്നത് വലിയ അത്യന്ത പദമാണ് എന്ന് വരെ പച്ചയായി പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയിലുള്ള കാരണം പച്ചയായി പറയുന്ന മതവിശ്വാസികളായ നമ്മളുടെ കയ്യിലിരിപ്പാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം മതത്തെ കേവലം അനുഷ്ഠാന കർമ്മങ്ങൾ ഒതുക്കി ജീവിതത്തിൽ നിന്ന് മൂല്യങ്ങളെ കൈകൊണ്ടുകൊണ്ടുള്ള മതവിശ്വാസികളുടെ ജീവിതമാണ് മതം ഇത്രയേറെ വിമർശിക്കപ്പെടാനും ദൈവം ഇത്രയേറെ നിഷേധിക്കപ്പെടാനുള്ള പ്രധാന കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോടതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം
ജീവിതത്തിൽ മൂല്യങ്ങൾ കൈവിടാതെ ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കണം. അല്ലെങ്കിൽ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇസ്ലാമിലെ മുസ്ലിങ്ങൾ നടത്തുന്ന നമസ്കാരമായാലും ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ നടത്തുന്ന കുർബാനയും അനുബന്ധ അനുഷ്ഠാന കർമ്മങ്ങളാണെങ്കിലും ശരി, അതെല്ലാം നമ്മെ പ്രാപ്തമാക്കേണ്ടത് ജീവിതത്തിൽ സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം, കാരുണ്യം, ത്യാഗം പോലുള്ള മൂല്യങ്ങൾ. ഇത് മതങ്ങൾ മുന്നോട്ട് മൂല്യങ്ങളാണ്. മതങ്ങളാണ് ഈ മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മൂല്യങ്ങൾ കൈവയ്ക്കാതെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വളരെ ധന്യമാണ്. നമ്മൾ പരസ്പരം അടുത്തറിയാൻ ശ്രമിക്കുക. അകലത്തിൽ നിന്ന് ഏതൊരു കാര്യത്തെ നോക്കിയാലും അവ്യക്തമായി. സ്വന്തം അമ്മയെ പോലും അകലത്തിൽ നിന്നാണ് നാം നോക്കുന്നതെങ്കിൽ അവ്യക്തമായി അത് അമ്മയാണോ അത് വേറെ ആരുടെയെങ്കിലും അമ്മയാണോ എന്ന് നമ്മൾ സംശയിക്കും. അടുത്ത് വരുമ്പോഴാണ് അത് ആരുടെയും അമ്മയല്ല, എന്റെ തന്നെ അമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് എന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരസ്പരം അടുത്തറിയാൻ ശ്രമിക്കുക. അങ്ങനെ അടുത്തറിയാനുള്ള സന്ദർഭങ്ങളാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ പറയുന്നത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അടുത്തറിയാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. പരസ്പരം അറിയുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കാനുള്ളത്. അകലെ നിന്ന് ആളുകളെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ അറിയാൻ ശ്രമിച്ചാൽ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ആളുകളെ അറിയാൻ ശ്രമിക്കുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ അപകടകരമായ സന്ദേശങ്ങളാണ്. അതിൽ വരുന്നത് പലതും മറ്റുള്ളവരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകളും സന്ദേശങ്ങളുമാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാതെ നമ്മൾ പരസ്പരം ഇത്തരം സന്ദർഭങ്ങളിലൂടെ അടുത്തറിയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടിരുന്നത്. അതിലേക്ക് എന്നെ ക്ഷണിച്ച ആളുകളോട് ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുകയും ഈ പരിപാടിക്ക് എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്.